വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ നിൻ്റെ ഭാര്യയുടെ ശ്യാമയുടെ സത്യങ്ങൾ അറിയിക്കാൻ തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പപ്പിക്കുട്ടിയെ ഇങ്ങോട്ട് പിടിക്കുകയാണ്. ദേ നീ പൊന്നെ ചക്കര എന്നൊക്കെ വിളിച്ചുകൊണ്ട് കിടക്കുന്ന ഈ പപ്പി ഉണ്ടല്ലോ പത്മിനി, ഇവള് നിൻ്റെ മകളല്ല, ഇവളെ ശ്യാമയല്ല പ്രസവിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ എന്താ എന്നിങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുകയാണ് നിൻ്റെ മകളല്ല, നിൻ്റെ ചോരയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് സത്യഭാമയോടും പറയുന്നുണ്ട്. ആൻറ്റി ഈ വീട്ടിലെ കുട്ടിയല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ അവകാശിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭാമ ഇങ്ങനെ കുലുങ്ങാതെ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് രോഹിത് ആണെങ്കിൽ പറയുന്നുണ്ട് ആവശ്യമില്ലാതെ വന്ന് കള്ളങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ട് കുട്ടി ഇങ്ങോട്ട് പിടിച്ചിട്ട് പറയുകയാണ്, ഇവൾ എൻ്റെ മകൾ തന്നെയാണ്, എൻ്റെ ഭൂമിയിൽ എൻ്റെ അവകാശി, എൻ്റെ രക്തം, എൻ്റെ ചോര എന്നൊക്കെ ഇങ്ങനെ എൻ്റെ സ്വന്തം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രോഹിത് അങ്ങ് വല്ലാതെ സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരമാണ് പറയുന്നത് സത്യങ്ങൾ അറിയുമ്പോൾ പെണ്ണുങ്ങളെ പോലെ നിന്ന് മോങ്ങയല്ല വേണ്ടത്, നിൻ്റെ ഭാര്യയോട് അങ്ങോട്ട് സത്യങ്ങൾ ചോദിക്കുക എന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ എന്നിങ്ങനെ രോഹിത് വിളിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവും പിന്നെ രാഘവൻ നായരും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പൊന്നിയും പിള്ളയൊക്കെ ശ്യാമയത്തെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്നാണെങ്കിൽ അവൾ പറയില്ല എന്നിങ്ങനെ സുസ്മിത വീണ്ടും അങ്ങോട്ട് പറയുകയാണ്. അന്നേരമാണെങ്കിൽ സത്യഭാമ ശ്യാമയെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ശ്യാമ ഇങ്ങോട്ട് വന്നേന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ സത്യഭാമയുടെ മുന്നിലേട്ട് വന്ന് നിൽക്കുമ്പോഴും ഭാമ ഇങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം ഇതിന് നിനക്കെന്താ പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്യാമം ഉണ്ടായിരിക്കുമ്പോൾ നിനക്കൊന്നും പറയാനില്ലേ ചോദിക്കുകയാണ്. അന്നേരം വഴിയെ പോകുന്നവരൊക്കെ വിടുവായുത്തരം പറയുന്നതിന് ഞാൻ എന്താണ് പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഒരു ധൈര്യം സംഭരിച്ച് ശ്യാമ അങ്ങോട്ട് പറയുകയാണ്. അന്നേരം സത്യഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ വായും തുറന്ന് നിൽക്കുന്നുണ്ട്. തുടർന്ന് എൻ്റെ പ്രസവ സമയത്ത് സത്യാമ്മയും വീട്ടിൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതല്ലേ, പിന്നെ ഇവള് പറയുന്നതൊക്കെ എന്തിനാ വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, അത് തന്നെയാണ് ഞാനും ഓർക്കുന്നത്. അപ്പോഴൊന്നും കേട്ടിട്ടില്ലാത്തൊരു പുതിയ കഥയുമായിട്ട് വന്നിരിക്കുന്നു ഇവള്. വിഷ്ണു, ഇനി ഇവള് പറയുന്ന കള്ളത്തരമൊന്നും കേട്ടു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവളെ പിടിച്ചങ്ങോട്ട് പുറത്താക്കുക എന്നിങ്ങനെ വിഷ്ണുവിനോട് ഭാമ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ സുസ്മിത ഇങ്ങോട്ട് ഇറങ്ങടി എന്നും പറഞ്ഞ് പിടിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഇറങ്ങി പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവേട്ടന് വേറൊരു കാര്യം കൂടി അറിയാമോ, പിന്നെ ശാലിനി പ്രസവിച്ചത് ഇരട്ട കുട്ടികളാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ സുസ്മിതയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ശ്യാമയുടെ കുട്ടി അബോർഷനായി പോയപ്പോൾ ശാലിനി പ്രസവിച്ച ഇരട്ട കുട്ടികളിൽ ഒന്നിനെ ശ്യാമയ്ക്ക് വളർത്താനായിട്ട് കൊടുത്തതാണ്, അതാണ് ദേ നിൽക്കുന്ന പപ്പി എന്ന് പറഞ്ഞ് കുട്ടിയെ ഇങ്ങോട്ട് പിടിക്കുന്നുണ്ട്. എന്നാൽ ശ്യാമയെ ഇങ്ങോട്ട് പിടിച്ച് നീട്ടി നിർത്തുകയാണ്. അന്നേരം എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. വിഷ്ണു ആകെ ഞെട്ടി നിൽക്കുകയാണ്. രോഹിത്തും ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമ പറയുകയാണ്, ഇതുവരെ നീ പറഞ്ഞ കള്ളക്കഥകളൊക്കെ ഞാൻ കേട്ടു നിന്നത് നീ ഇത് എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറയുന്നുണ്ട്. അന്നേരം ആൻറ്റി ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്, പിന്നെ ഇത് ശ്യാമയുടെ കുട്ടിയല്ല, ഇവിടുത്തെ കുട്ടിയല്ല എന്ന് പറയുമ്പോൾ ശാലിനി പ്രസവിച്ച കുട്ടികളാണ്, അവർ സഹോദരങ്ങളാണ് എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും നീ അത് തന്നെ പറയുന്നോടി, ആ പേരിനി ഇവിടെ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ സുസ്മിതയുടെ കർണം നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് ഇറങ്ങടി എന്ന് പറയുകയാണ്. അന്നേരം എന്നെ തല്ലിയത് കൊണ്ടും ഇവിടെ നിന്ന് അടിച്ചിറക്കിക്കൊണ്ട് യാതൊരു കാര്യവുമില്ല, ഞാൻ ഈ സത്യം എവിടെയും വിളിച്ച് പറയും. ശാലിനി പ്രസവിച്ചത് ഇരട്ട കുട്ടികളാണ്, സത്യയും പപ്പിയും സഹോദരങ്ങളാണ്, രണ്ടും ശാലിനിയുടെ മക്കളാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഈ സുസ്മിത പറയുന്നത് വിഷ്ണുവിൻ്റെ കാതുകളിലേക്ക് ഇങ്ങനെ മുഴങ്ങുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. വീണ്ടും നീ അത് തന്നെ പറയുന്നു, ഇറങ്ങടി എൻ്റെ മുറ്റത്തുനിന്ന് എന്നും പറഞ്ഞ് പിന്നെ സുസ്മിതയെ പിടിച്ചങ്ങോട്ട് ഒരടി കൂടി അടിക്കുന്നുണ്ട്, മൊത്തം 2 അടി അടിക്കുന്നുണ്ട്. ഒരു അടി കൊണ്ട് കവളം തടവി സുസ്മിത ഇങ്ങനെ നിൽക്കുകയാണ്. ശ്യാമ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്നത്, രോഹിതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, വിഷ്ണു പക്ഷെ അന്തം വിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തുടർന്ന് സുസ്മിതയെ പിടിച്ചങ്ങോട്ട് മറത്തേക്ക് അങ്ങോട്ട് തള്ളുമ്പോൾ സുസ്മിത അങ്ങ് വീഴുന്നുണ്ട്. ഇത്രയും കാണിക്കുമ്പോൾ സുസ്മിത സ്വപ്നത്തിൽ നിന്ന് അങ്ങോട്ട് ഞെട്ടി ഉണരുന്ന ആ ഒരു സീൻ കാണിക്കുകയാണ്. അതായത് സുസ്മിത റീമേക്കിലെ പോലെ സുസ്മിത സ്വപ്നം കണ്ടത് തന്നെയാണ്. സ്വപ്നം കണ്ടങ്ങ് എഴുന്നേൽക്കുന്ന സുസ്മിത കവളങ്ങോട്ട് തടവുന്നുണ്ട്, അടി കൊണ്ടതുപോലെ. എന്നിട്ട് ആകെ അങ്ങോട്ട് വിയർത്ത് കുളിച്ചിരിക്കുന്ന സുസ്മിത ജഗിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കുടിച്ച് ആകെ പേടിച്ച് എന്ന് വെച്ചാൽ അങ്ങനെ പോയി പറഞ്ഞാൽ സത്യഭാമ വിശ്വസിക്കില്ല, അടിച്ച് പുറത്താക്കുകയേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു പേടി സുസ്മിതയുടെ മനസ്സിൽ അന്നേരം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് സുസ്മിത അവിടെ ആ ശ്രമം ഉപേക്ഷിക്കുന്നുണ്ട്. ഇനി നേരിട്ട് പോയി പറയാമെന്നുള്ളത്, തെളിവില്ലാതെ പോയി പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അനുഭവം, അതുകൊണ്ട് തെളിവ് തേടി പിടിച്ചിട്ട് പൊളിച്ചെടുക്കണം എല്ലാത്തിനെയും എന്നും പറഞ്ഞാലോചിച്ച് കട്ടിൽ തന്നെ സുസ്മിത ഇരിക്കുകയാണ്. ഇതേ സമയം വൈകുന്നേരമാകുന്നുണ്ട്. പക്ഷെ അവിടെ കുടുംബശ്രീ വീട്ടിൽ സത്യമാണെങ്കിൽ വെൽക്കം അച്ഛൻ എന്നൊക്കെ എഴുതിയിട്ട് വീണ്ടും ആ ഗേറ്റിൽ പോയി നിന്ന് അച്ഛൻ വരുന്നുണ്ടോ എന്നും പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ എന്ന് അവിടേക്ക് നോക്കിയിട്ട് മോളെ അവിടെ നിൽക്കുകയാണോ, വന്നേ ഭക്ഷണം കഴിക്കാൻ ഞാൻ എടുത്തു വെച്ചു എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടി എങ്ങ് വീണ്ടും അച്ഛനെ കാത്തു നിൽക്കുകയാണ്. അന്നേരം ശാലിനി ഇറങ്ങി വരുന്നുണ്ട്. എന്താ അമ്മയും ചോദിക്കുമ്പോൾ എന്തേ കണ്ടില്ലേ, ഞാൻ ഭക്ഷണം എടുത്തു വെച്ചിട്ട് ഇതുവരെ കഴിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് അവൾ അച്ഛനെ കാത്തുള്ള നിൽപ്പാണ്, ഇപ്പോൾ എന്താ ചെയ്യാൻ ചോദിക്കും
ചോദിക്കുമ്പോൾ അവളെ കുറ്റം പറയാനായിട്ടും പറ്റില്ല. 6-7 വയസ്സായില്ലേ, അവളുടെ പിന്നെ മനസ്സിലെ ആഗ്രഹവും അവളുടെ വയസ്സിനൊപ്പം ഇങ്ങനെ വളർന്നു വരത്തേ ഉള്ളൂ. അവൾക്കും അച്ഛനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാകും. കൂട്ടുകാരുടെ മുന്നിൽ അച്ഛനെ പരിചയപ്പെടുത്താനും അവരൊക്കെ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ അവൾക്കും ഒരു ആഗ്രഹം കാണില്ലേ. ഈ പ്രായത്തിൽ പെൺകുട്ടികളുടെ മനസ്സിലെ ഹീറോ എന്നും അച്ഛൻ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്താ പറഞ്ഞു വരുന്നതെന്ന് ശാരദാമ്മയോട് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കണം എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അല്ലാതെ ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശാരദാമ്മ മനസ്സിലെ സങ്കടങ്ങൾ പറയുകയും എന്നുവെച്ചാൽ വിഷ്ണുവാണ് അച്ഛൻ എന്നുള്ളത് തുറന്ന് പറയണമെന്നുള്ളതാണ് ശാരദാമ്മയോട് പറയുന്നത്. പക്ഷേ ശാലിനിക്ക് അതങ്ങോട്ട് കൂട്ടാക്കുന്നില്ല. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്, അവളെ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ പോരെ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സത്യം നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്ന, വന്ന് ഭക്ഷണം കഴിച്ചെന്ന് പറയുകയാണ്. അന്നേരം അച്ഛൻ വരും, അച്ഛൻ വന്നിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ഒരച്ഛനും വരാൻ പോകുന്നില്ല, അവിടെ ജോലി തിരക്കാണ്, വരാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം ഈശ്വരൻ പറഞ്ഞല്ലോ, ഈശ്വരൻ കള്ളം പറയില്ല എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം വെറുതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കല്, കുഞ്ഞല്ലേ എന്നും പറഞ്ഞ് അല്പം സ്വാതന്ത്ര്യം തരുമ്പോൾ പിടിവാശി കാണിക്കുന്നോ, ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ നല്ല തല്ല് വെച്ച് തരുമെന്നും പറഞ്ഞ് ശാലിനി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം അമ്മ എത്ര തല്ലിയാലും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അതേ വാശിയിൽ സത്യം നിൽക്കുകയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ ഇപ്പം നിന്നെ ശരിയാക്കുമെന്നും പറഞ്ഞ് അവിടെയൊക്കെ കമ്പ് നോക്കിയിട്ട് കമ്പെടുക്കാൻ പോകുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഓടിയെന്ന് പറയുകയാണ്, എന്താ മോള് വന്ന് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ അവൾ തല്ലുമെന്ന് പറയുകയാണ്. അന്നേരം തല്ലിക്കോട്ടെ, എൻ്റെ അച്ഛന് വേണ്ടിയിട്ടല്ലേ, ഞാൻ കൊണ്ടോളാം എന്ന് ഈ കുട്ടി പറയുകയാണ്. തുടർന്ന് കമ്പുമായിട്ട് വരുന്ന ശാലിനി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് പോയി ഭക്ഷണം കഴിക്കുക, ഇത്രയ്ക്ക് പിടിവാശി പാടില്ല, എൻ്റെ അഹങ്കാരം കൂടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കമ്പിങ്ങനെ ഓങ്ങുകയാണ്. അന്നേരം ശാരദാമ്മ അതങ്ങോട്ട് പിടിച്ച് വാങ്ങിയിട്ട് നീ ഒന്ന് പോയി, ഇവളെ കൊണ്ട് ഞാൻ ഭക്ഷണം കഴിപ്പിച്ചോളാം എന്ന് പറയുകയാണ്. അന്നേരം ഇവളെ ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം കമ്പ് അങ്ങോട്ട് ശാരദാമ്മ ഒടിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ നിൻ്റെ പാടി നോക്കി പോയി, ഞാനും എൻ്റെ സത്യമോളും കൂടി ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് കുട്ടിയെ ചേർത്ത് അങ്ങോട്ട് പിടിക്കുന്നുണ്ട്. പക്ഷെ അന്നേരം അതേ വാശിയിൽ സത്യം നിൽക്കുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, ഇനി ഇവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരില്ലെന്ന് പറയുമ്പോൾ നീ പോകുന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് ദേഷ്യപ്പെട്ട് ശാലിനി അങ്ങ് അകത്തേക്ക് പോവുകയാണ്. പക്ഷെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ആ സത്യയുടെ മുഖം നോക്കുമ്പോൾ ശാലിനിക്ക് ആകപ്പാടെ അങ്ങ് സങ്കടം വരുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ പറയുകയാണ്, ശാരദാമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് അവൾ തല്ലാതെ പോയില്ലേ, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടിയാണ്, മോൾ ഇങ്ങോട്ട് വന്നേ എന്തെങ്കിലും കഴിച്ചേന്ന് പറയുകയാണ്. അന്നേരം ഞാൻ വരാം പക്ഷേ കഴിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മയുടെ നല്ല കുട്ടിയല്ലേ, ശാരദാമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞ് ശാരദാമ്മ ഒരുവിധം അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അന്നേരം കയറുമ്പോഴത്തേക്ക് സ്റ്റെപ്പിൽ അവിടെ ചവിട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്, എഴുതി വെച്ചിരിക്കുന്നിടത്ത്. അന്നേരം ഇല്ലേ എന്നും പറഞ്ഞിട്ട് ശാരദാമ്മ കുട്ടിയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അകത്തേക്ക് പോകുന്ന ശാലിനി ആകെ അങ്ങ് വിഷമിക്കുന്നുണ്ട്. കുട്ടി പറഞ്ഞത് അച്ഛൻ വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും, എത്ര തല്ലിയാലും ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞത് ഓർത്ത് ശാലിനി അങ്ങ് വിഷമിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശാരദാമ്മ ഇങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യം ഓടിക്കൊണ്ട് വരികയാണ്. അന്നേരം അമ്മ എവിടെയും ചോദിക്കുമ്പോൾ അപ്പുറത്തെങ്ങാനും അവിടെങ്ങാനും കാണുമെന്ന് പറയുകയാണ്. അന്നേരം ചിലപ്പോൾ അച്ഛനെ വിളിക്കാൻ പോയതായിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ല, അപ്പുറത്തെ മുറിയിൽ നിന്ന് എന്തോ എഴുതുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യം പോകാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടത്തേക്ക് പോകണ്ട, കുറച്ച് സമയത്തേക്ക് ആരും ശല്യപ്പെടുത്തണ്ട എന്നാണ് പറഞ്ഞതെന്ന് സത്യയോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ സത്യ പറയുന്നുണ്ട്, സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കണം, എൻ്റെ അച്ഛൻ വരും, ഈശ്വരന് ഒരിക്കലും നുണ പറയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്, അച്ഛൻ വരുമെന്നുള്ളതിന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, അച്ഛന് ജോലി തിരക്കൊക്കെ ഉള്ളതല്ലേ, ചിലപ്പോൾ വരില്ല എന്ന് പറയുകയാണ്. അന്നേരം ഈശ്വരനാണ് എനിക്ക് വാക്കുന്നതെന്ന്, ഈശ്വരൻ കള്ളം പറയില്ല, പിന്നെ സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് അച്ഛൻ വരുമെന്ന് ഉറപ്പായതിനു ശേഷം ഉണ്ടാക്കിയാൽ പോരെ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം ഞാനല്ലേ പറയുന്നത്, ഉറപ്പ് അച്ഛൻ വരുമെന്ന് പറയുകയാണ്. ഇന്ന് പിന്നെ അച്ഛൻ്റെ മടിയിലിരുന്നാണ് ഞാൻ ചോറ് നിന്നത്, അച്ഛൻ എനിക്ക് ചോറ് ഉരുട്ടി വായിൽ വെച്ച് തരും, എന്നിട്ട് എൻ്റെ സ്നേഹത്തോടെ നെറ്റിയിൽ ഉമ്മ വയ്ക്കും, ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയുടെ നെറ്റിയിലേക്കൊക്കെ ഉമ്മ കൊടുക്കുകയാണ്. ആകെ സന്തോഷത്തിലാണ് ഈ കുട്ടി, അച്ഛൻ വരും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ. അന്നേരം ശാരദാമ്മയും വിഷമിക്കുന്നുണ്ട്. അന്നേരം ഇത്രയ്ക്ക് സന്തോഷിക്കുന്ന ഈ കുട്ടിയോട് അച്ഛൻ വരില്ല എന്ന് എനിക്ക് പറയാനും സാധിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് വിഷമിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, പുതിയ ബ്രഷും പേസ്റ്റും ഒക്കെ ഞാനെടുത്ത് പിന്നെ കുളിമുറി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അച്ഛന് വരുമ്പോൾ അച്ഛന് കൊടുക്കണ്ടേ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതൊന്നും വേണ്ട, പുതിയത് വേണം അച്ഛന് കൊടുക്കാനായിട്ട്, പിന്നെ എനിക്ക് കുളിക്കാൻ ഒരു പുതിയ ടവല് വേണമെന്ന് പറയുക. അന്നേരം മോൾക്ക് ടവലുണ്ടല്ലോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ എനിക്കല്ല അച്ഛന് കൊടുക്കാനാണ്, നമ്മൾ ഉപയോഗിക്കുന്നതൊന്നും അച്ഛന് കൊടുക്കാൻ പറ്റില്ലല്ലോ, പിന്നെ എല്ലാം സ്പെഷ്യലായിരിക്കണം, അച്ഛൻ്റെ കൂടെ ഞാൻ ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, പിന്നെ കൂടെ നടക്കും, അച്ഛനെ കളിപ്പിക്കും, കുളിപ്പിക്കും, വാരിത്തരും എന്നും പറഞ്ഞ് ആകെ കുട്ടി അങ്ങ് സന്തോഷത്തിൽ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ടങ്ങ് എല്ലാം റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഞാനും കൂടെ അങ്ങോട്ട് പൊളിക്കും എന്ന് പറഞ്ഞിട്ട് ഈ
ഈ കുട്ടി അങ്ങ് ഓടി പോവുകയാണ്. അന്നേരം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ ഈശ്വരാ, സത്യം പറഞ്ഞ് ഈ കുട്ടിയെ മനസ്സിലാക്കാനും പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ശാരദാമ്മ നിന്നങ്ങ് വിഷമിക്കുകയാണ്. അന്നേരം ഇതൊക്കെ സത്യ പറയുമ്പോൾ സത്യമാണെങ്കിൽ സത്യ ഇങ്ങനെ അച്ഛനെടുത്ത് ഇങ്ങനെ കറക്കുന്നതും കളികളൊക്കെ കളിക്കുന്നതൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അത് മുകൾ ഫേസ് കാണിക്കുന്നില്ല, പക്ഷേ അത് വിഷ്ണു തന്നെയാണ് കാണിക്കുന്നത്. വിഷ്ണു ഇങ്ങനെ സത്യ എടുത്ത് ഇങ്ങനെ കറക്കുന്നതൊക്കെ മുഖം കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. തുടർന്ന് വീണ്ടും സത്യയുടെ ആ ഓർമ്മകളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. സത്യമാണെങ്കിൽ ഇങ്ങനെ അച്ഛൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ശാലിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. അന്നേരം നമുക്ക് കിടക്കണം എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം അച്ഛനെയും കൊണ്ട് വന്ന് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അന്നേരം വിഷ്ണുവിൻ്റെ കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ, സത്യം ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. തുടർന്ന് കിടന്നു, ഇവിടെ ഇത്രയും സ്ഥലമുണ്ടല്ലോ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം എനിക്കും അച്ഛനും കിടക്കണം, പിന്നെ നിങ്ങൾ രണ്ടുപേരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും നടുക്കാണ് എനിക്ക് കിടക്കാനുള്ളത് എന്നിങ്ങനെ പറഞ്ഞ് നിർബന്ധമൊക്കെ കാണിക്കുന്നതിൽ കാണിക്കുകയാണ്. അന്നേരം ശരി എന്ന് പറഞ്ഞിട്ട് ശാലിനി കിടക്കുന്നുണ്ട്. പിന്നീട് സത്യ കിടക്കുകയാണ്. അതിനുശേഷം വിഷ്ണു ഇങ്ങനെ കിടക്കുന്നതായിട്ട് കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ വിഷ്ണുവിൻ്റെ. തുടർന്ന് ഇനി രണ്ടുപേരും എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചെന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി ആദ്യം സത്യയുടെ മേലേക്ക് കൈവയ്ക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും പിടിക്കുകയാണ്. തുടർന്ന് ഇനി അച്ഛൻ എനിക്കൊരു കഥ പറഞ്ഞു തന്നെ എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞു തന്നാൽ പോരെ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം അമ്മയുടെ കഥ എന്ന് ഞാൻ കേൾക്കുന്നതല്ലേ, ഇനി എനിക്ക് അച്ഛൻ്റെ കഥ മതി എന്ന് പറയുകയാണ്. അന്നേരം കഥയോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. സംസാരമൊക്കെ വിഷ്ണുവിൻ്റെ തന്നെയാണ്. അന്നേരം അതേന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശ്രീരാമൻ്റെയും അയോധ്യയിലെ രാജാവായിരുന്ന പിന്നെ ശ്രീരാമൻ്റെ പിന്നെ സീതാദേവിയുടെയും കഥ പറയുന്നുണ്ട്. അവർ തമ്മിൽ പിരിഞ്ഞതും പിന്നീട് കാട്ടിൽ വെച്ച് സീതാദേവി ലവനെയും കുശനെയും പ്രസവിച്ച കഥയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശ്രീരാമന് മക്കളെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. ശ്രീരാമകഥ ഈ ലവനും കുശനും ശ്രീരാമന് പാടി കേൾപ്പിച്ചപ്പോഴാണ് തൻ്റെ മക്കളാണെന്ന് മനസ്സിലായത് എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് ആകെ ഇങ്ങനെ സങ്കടം വരുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതേപോലെ അവസ്ഥയിലാണല്ലോ ശാലിനി ഇപ്പോഴും, വിഷ്ണുവിന് തൻ്റെ മക്കളെ തിരിച്ചറിയാനാകുന്നില്ല എന്നുള്ളത്. തുടർന്ന് സത്യ ഈ കഥ കേട്ട് അങ്ങ് ഉറങ്ങുന്ന ആ ഒരു സീന് കാണിക്കുന്നുണ്ട്. തുടർന്ന് രാവിലെ ആവുകയാണ്. ഇതൊക്കെ സത്യമാണെങ്കിൽ ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ട ആ ഒരു രംഗങ്ങൾ മാത്രമാണ്. അന്നേരം ഇങ്ങനെ ഉണർന്നിട്ട് എന്നിങ്ങനെ അച്ഛൻ എവിടെ അമ്മ എവിടെയെന്ന് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് നോക്കിയാണ്. അന്നേരം എന്നിങ്ങനെ വിളിക്കുന്ന കേട്ടുകൊണ്ട് ശാരദാമ്മ വരുന്നുണ്ട്. അന്നേരം എന്താ ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ എവിടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മോള് വല്ല സ്വപ്നവും കണ്ടതായിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ എൻ്റെ അടുത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അച്ഛൻ എനിക്ക് ഉറക്കത്തിൽ കഥ വരെ പറഞ്ഞു തന്നു, വേണമെങ്കിൽ ആ കഥയും ഞാൻ പറഞ്ഞു തരാമെന്ന് കുട്ടി പറയുകയാണ്. അന്നേരം ഊണിലും ഉറക്കത്തിലും ഒക്കെ മോൾ അച്ഛനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് തോന്നിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നും അല്ല, അച്ഛൻ ഉണ്ടായിരുന്നു, ശ്രീരാമചന്ദ്രൻ്റെ കഥയാണ് അച്ഛൻ പറഞ്ഞു തന്നത്, വളരെ സങ്കടത്തോടെയാണ് അച്ഛൻ ആ കഥ പറഞ്ഞു തന്നത്, മക്കളെ തിരിച്ചറിയാൻ പറ്റാതെ പോയ അച്ഛൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞ് കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്. തുടർന്നും ചോദിക്കുന്നുണ്ട്, ശാരദാമ്മയ്ക്ക് അറിയാമല്ലോ എൻ്റെ അച്ഛനെ എന്തിനാണ് എന്നിൽ നിന്നും മാറ്റി നിർത്തുന്നത്, എൻ്റെ അച്ഛനെക്കുറിച്ച് ശാരദാമ്മയ്ക്ക് അറിയാം, എന്നോടൊന്ന് പറഞ്ഞു തരുമോ എന്നും പറഞ്ഞ് കുട്ടിയുടെ ദയനീയമായ ചോദ്യം കേട്ടിട്ട് ശാരദാമ്മ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യമോളിൽ നിന്നും അതിൻ്റെ അച്ഛനെക്കുറിച്ച് ഇനി മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് സത്യ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ ശാരദാമ്മയെ പറയാനായിട്ട് അവിടെ ശാലിനി സമ്മതിക്കില്ല എന്നാണ് തോന്നുന്നത്. ഇനി അതിന് ശേഷമാണ് സത്യയെ കാണാതാകുന്നത്. വെച്ചാൽ അച്ഛൻ വന്നില്ല എന്നുള്ളത് കുട്ടി വീണ്ടും തിരിച്ചറിയുകയാണ്. അന്നേരമാണ് വീണ്ടും ഇനി അമ്പലത്തിലേക്ക് പോകുന്നതും അതിനുശേഷം ഈ പപ്പി വരുന്ന സീനുമൊക്കെ കാണിക്കുന്നത്, നേരത്തെ പ്രമോയിൽ പറഞ്ഞതുപോലെ. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.